ഹായ് എല്ലാവർക്കും എക്സൽ വിത്ത് ആഷിഫിലേക്ക് സ്വാഗതം. അപ്പോൾ ഇൻഫിയിൽ എങ്ങനെ നമുക്ക് ഇയർ ക്ലോസ് ചെയ്യുക, അതുപോലെ തന്നെ പുതിയ ഇയർ എങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻഫി ഓപ്പൺ ചെയ്യുക. സോഫ്റ്റ്വെയറിൻ്റെ ഇൻഫിയാണ് നമ്മളിതിൽ പറയുന്നത്. ജസ്റ്റ് നിങ്ങൾ കമ്പനി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ അഡ്മിനിസ്ട്രേറ്റർ ലെവലിൽ ജസ്റ്റ് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം ഡാറ്റയിൽ പോയിട്ട് ഇവിടെ ബാക്കപ്പ് ഡാറ്റയുണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ബാക്കപ്പ് ഫയൽ എവിടേക്കാണ് സേവ് ചെയ്യേണ്ടത് ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എവിടത്തേക്കാണോ നിങ്ങൾക്ക് ബാക്കപ്പ് സേവ് ചെയ്യേണ്ടത് ആ ഒരു ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെലക്ട് ഫോൾഡർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പാത്ത് ഇവിടെ കാണിക്കും. പാത്ത് കൺഫേം ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ബാക്കപ്പ് ക്ലിക്ക് ചെയ്യുക. ബാക്കപ്പ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇയർ ട്രാൻസ്ഫർ ചെയ്യുക. ഇൻ കേസ് എന്തെങ്കിലും എററും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റയ്ക്ക് ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്കപ്പ് എടുക്കുന്നത്. അപ്പം ബാക്കപ്പ് 100% ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇയർ ക്ലോസിങ്ങിലേക്ക് പോകാം കേട്ടോ. വൺസ് ഇവിടെ ബാക്കപ്പ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ടൂൾസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇൻസ്റ്റലൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇയർ ഉണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. വീണ്ടും നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റർ പാസ്വേഡ് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ന്യൂ എന്ന് പറഞ്ഞ് കാണിക്കും. ഇപ്പം കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ഇവിടെ കാണിക്കുന്നുണ്ട് 25-26 അപ്പം നമുക്ക് പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ന്യൂ എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ 26-27 ഓട്ടോമാറ്റിക് ലോഡായി വന്നിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനും വന്നിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇയർ 26-27. അതിനുശേഷം ഇവിടെ ആക്റ്റീവ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്താം. ഈ ഒരു ടിക്ക് ബോക്സ് ജസ്റ്റ് സെലക്ട് ചെയ്യുക. സ്റ്റോക്ക് ഫോർവേഡ് ടിക്ക് ചെയ്യുക. അക്കൗണ്ട്സ് ഫോർവേഡും ടിക്ക് ചെയ്യുക. 100% ഉറപ്പ് വരുത്താം. അതിനുശേഷം നിങ്ങൾ സേവ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഡു യു വാണ്ട് ടു ഫോർവേഡ് ദ ടാക്സ് റേറ്റ് ന്യൂ ഫിനാൻഷ്യൽ ഇയർ കാണിക്കുന്നുണ്ട്. എസ് കൊടുക്കുക. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ പുതിയ ഇയർ നിങ്ങൾക്ക് ലോഡായിട്ട് വരുന്നതാണ്. ഇപ്പോൾ ഇൻഫി ഒന്ന് ക്ലോസ് ആയിട്ട് ഓപ്പൺ ആകും. ജസ്റ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഫി ലോഗിൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ കാണും നമ്മൾ കമ്പനിൻ്റെ പേര്, അതുപോലെ തന്നെ പുതിയ ഫിനാൻഷ്യൽ ഇയർ ഇവിടെ ലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇയർ ജസ്റ്റ് ചെക്ക് ചെയ്യാനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇയർ കാണും. നമ്മൾ പുതിയ ഇയർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. 1/4/2026 31/3/2027 വരെയില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇയർ ക്ലോസിങ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മുതൽ ബില്ലും കാര്യങ്ങളെല്ലാം 1-ാം തീയതി ഡേറ്റ് മുതൽ അടിച്ചു കഴിഞ്ഞാൽ 1 സീരീസ് മുതൽ സ്റ്റാർട്ടാകും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ സീരിയസ് കാര്യങ്ങൾ മാറ്റാനുണ്ടെങ്കിൽ, ഇപ്പം എല്ലാവരും ഇപ്പം നമ്മൾ സീരിയസ് കിടക്കുന്നത് ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ നമ്മൾ സീരിയസ് ഇല്ലത് ഇപ്പം S25-26 അപ്പോൾ പുതിയ ഫിനാൻഷ്യൽ ഇയർ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ സീരീസും സെയിൽസ് റിട്ടേൺ, പർച്ചേസ് റിട്ടേൺ, സർവീസ് ഇൻവോയ്സ്, സർവീസ് പർച്ചേസ് റിട്ടേൺ, ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ സീരീസ് യുണീക്ക് ആയിരിക്കണം. പുതിയൊരു സീരീസിലേക്ക് മാറ്റണം. അപ്പോൾ സീരീസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ പോസ്റ്റിംഗ് കാര്യങ്ങൾ എങ്ങനെ കൊടുക്കുക എന്നുള്ളത് നെക്സ്റ്റ് പാർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇൻഫി യൂസ് ചെയ്യുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്